ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ഡിന്നർ റെസിപ്പി ഉണ്ടാക്കിയല്ലോ. ബ്രോക്കലി ക്യാരറ്റ് ചിക്കൻ സ്റ്റിർ ഫ്രൈ. ഈ ബ്രോക്കലി ഒക്കെ കഴിക്കാൻ മടിയുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ബ്രോക്കലി. ഈ ചിക്കൻ്റെ കൂടെ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ബ്രോക്കലി ക്യാരറ്റ് ചിക്കൻ സ്റ്റിർ ഫ്രൈ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി ബ്രോക്കലി മേടിക്കുമ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ബ്രോക്കലി ക്യാരറ്റ് ചിക്കൻ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രോക്കലി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 250 ഗ്രാം ചിക്കൻ. എല്ലുള്ളതോ എല്ലില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. എല്ലില്ലാത്ത ചിക്കനാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ ബ്രോക്കലിയൊക്കെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറിയൊരു കട്ടയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഇങ്ങനെ അരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എണ്ണയൊന്നും അധികം വേണ്ട. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നെയ്യാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നിലേക്ക് നിൽക്കണം. 3-4 പെറ്റൽസ് വെളുത്തുള്ളി നന്നായിട്ട് കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് കിട്ടണം. അപ്പം നെയ്യ് ചേർക്കുന്നതാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് ചിക്കൻ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗമൊക്കെ ചിക്കൻ വേവായിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ ചേരുവകളേ ഉള്ളൂ. നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റ്, പിന്നെ നമ്മുടെ ബ്രോക്കലി, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ഈ ഒരു വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ ബ്രോക്കലിയിലേക്കും ക്യാരറ്റിലേക്കും ഇറങ്ങി വരണം. അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിനൊന്നും വലിയ വേവൊന്നുമില്ല. ബ്രോക്കലിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് തുറന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും ബ്രോക്കലിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പിയിലേക്ക് നമ്മൾ ഉള്ളി സവാള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഉള്ളി ഒന്നും അരിഞ്ഞെടുക്കേണ്ട സമയം അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല. നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ഒരു 1-2 ടീസ്പൂൺ ചില്ലി സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് എരിവിന് ചേർക്കേണ്ടത് ഒന്നെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയ ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഇച്ചിരി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കറി നന്നായിട്ട് നല്ല സോസ് പോലെ റെഡി ആയിട്ട് വരും. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ബ്രോക്കലിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ചിക്കൻ്റെ കൂടെയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിത് കഴിക്കും. ഈ ബ്രോക്കലിയൊക്കെ പൊതുവേ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾ കഴിക്കാൻ മടിയാണ്. അപ്പം ഞാൻ ബ്രോക്കലി മേടിക്കുമ്പം ഈ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. സെയിം പ്രൊസീജിയർ ചിക്കൻ അല്ലാണ്ട് ബീഫ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ബീഫ് ആണെങ്കിൽ ബീഫ് നമ്മുടെ കുക്കറിലൊന്ന് വേവിച്ചെടുത്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തി ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഡിന്നർ റെസിപ്പി ആയിട്ടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ.